വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടു കൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞു വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാൻ ഇടയാകും. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേയുള്ളതല്ല, സൗമ്യതയും സാവധാനയുമുള്ള മനസ്സെന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വെറിയേറിയതാകുന്നു. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നതോ. അങ്ങനെ സാറ അബ്രഹാമിനെ യജമാൻ എന്ന് വിളിച്ചോ അനുസരിച്ചിരുന്നു. നന്മ ചെയ്തോ യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നാൽ നിങ്ങൾ അവരുടെ മക്കൾ ആയിത്തീരും. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിനോ വിവേകത്തോടെ ഭാര്യമാരോട് വസിച്ചോ. സ്ത്രീധനം ബലഹീന മാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികൾ എന്നും ഓർത്തോ അവർക്ക് ബഹുമാനം കൊടുക്കുക. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികൾ തന്നെ. പിന്നെ അവൻ എന്നോടോ കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്കോ ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഇത് ദൈവത്തിൻ്റെ സത്യവചനം എന്നും എന്നോട് പറഞ്ഞു.
സ്തോത്രം ചെയ്യുന്നു. ദേശത്തിൻ്റെ നാനാഭാഗങ്ങളിലായിരുന്നതായ നമുക്ക് ഏവർക്കും ഒരു വിവാഹ ശുശ്രൂഷയോട് ചേർന്ന് ഈ ആരാധനാ ഹാളിൽ ഇങ്ങനെ നമുക്ക് കൂടി വരുവാൻ സർവശക്തനായ ദൈവം നമുക്ക് സഹായിച്ച തൻ്റെ കൃപകളെ ഓർത്ത് ഒരു നിമിഷം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു. കഴിഞ്ഞ സമയങ്ങൾ, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അവിടെവിടെയായി നമ്മെ ഓരോരുത്തരെയും സർവശക്തനായ ദൈവം നടത്തി. ദൈവം തൻ്റെ കൃപയുടെ കരത്തിൽ സൂക്ഷിച്ചു. എല്ലാവിധത്തിലും സഹായിച്ച തൻ്റെ കൃപകളെ ഓർത്ത് വീണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവിൻ്റെ വരവിനോട് അടുത്തിരിക്കുന്ന ഈ നാളുകളിൽ തൻ്റെ വരവ് എന്നുള്ള ഏക ലക്ഷ്യത്തോടെ ഏതെല്ലാം വിഷയങ്ങളിൽ ഏർപ്പെട്ടിരുന്നാലും നാം മുൻപോട്ട് പോകേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ പകൽക്കാലം വിവാഹ ശുശ്രൂഷയോട് ചേർന്ന് തിരുവചനത്തിൽ നിന്ന് ഒരു വിവാഹ ശുശ്രൂഷയോട് ബന്ധപ്പെട്ടതായ ചില തിരുവചന ഭാഗങ്ങൾ പൊതുവിൽ എടുത്ത് വായിച്ചു കേൾക്കുവാൻ ഇടയാക്കി തീർത്തു. 66 പുസ്തകങ്ങൾ അടങ്ങിയതായ സത്യവേദ പുസ്തകം ആരംഭിക്കുന്നത് ഒരു വിവാഹത്തോടുകൂടെ എന്ന് പറയുന്നതിൽ തെറ്റില്ല. ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകത്തിൽ 2-ാം അധ്യായത്തിന്റെ 18 മുതലുള്ളതായ വേദഭാഗങ്ങൾ നാം വായിച്ചതായ സന്ദർഭത്തിൽ ആദിയിൽ സർവശക്തനായ ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടതായ ആദാമിനു വേണ്ടി തക്കതായ ഒരു തുണയെ ഒരുക്കി കൊടുത്തതായ അനുഭവങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നതായി, അഥവാ ഒരു വിവാഹത്തോടുകൂടെ വേദപുസ്തകം ആരംഭിക്കുന്നതായി നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ആയതുപോലെ തന്നെ വേദപുസ്തകം അവസാനിക്കുന്നതും ഒരു വിവാഹത്തോടു കൂടെ എന്ന് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 7 മുതൽ 9 വരെയുള്ളതായ വേദഭാഗങ്ങൾ നാം വായിച്ചപ്പോൾ അവിടെ നിന്ന് ഇപ്രകാരം നമുക്ക് കേൾക്കുവാൻ ഇടയായി തീർന്നു: നാം സന്തോഷിച്ചുല്ലസിച്ചവന് മഹത്വം കൊടുക്കുക, കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ. ദൈവനാമത്തിന് മഹത്വം. നമ്മുടെ കയ്യിൽ ലഭിച്ചിരിക്കുന്നതായ പാട്ടുതാളിൽ പ്രാരംഭ ഭാഗത്ത് ഇതേ വചനം തന്നെ എടുത്ത് അടിച്ച് പ്രിന്റ് ചെയ്തിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. നാം സന്തോഷിച്ചുല്ലസിച്ചവന് മഹത്വം കൊടുക്കുക, കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ എന്നെടുത്തു പറഞ്ഞിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ദേശത്തിന്റെ നാനാഭാഗങ്ങളായിരുന്ന നാം ഏവരും ഇവിടെ കൂടി വന്നിരിക്കുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. ബ്രദർ ജേഴ്സന്റെ വിവാഹം ഇന്നായിരിക്കുന്നുവല്ലോ എന്നുള്ളതായ ചിന്തയിൽ ഒരു കൂട്ടർ, മറ്റൊരു കൂട്ടർ സിസ്റ്റർ ജിൻസിയുടെ വിവാഹം ഇന്ന് ഇവിടെ വെച്ച് നടക്കുകയാണല്ലോ, അതിൽ സഹകരിക്കണം എന്നുള്ളതായ ആഗ്രഹത്തിൽ ഇതുവരെയും പെന്തക്കോസ്ത് ആരാധനാ ഹാളിൽ പോയിട്ടില്ല എങ്കിലും ശരി, ഇവരുടെ വിവാഹം എങ്ങനെയാണ് നടക്കുന്നത്, ദൈവനാമത്തിൽ എങ്ങനെയാണ് കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തുന്നത് എന്നുള്ളത് ഒന്ന് അറിയണമെന്ന് വിചാരിച്ച് കടന്നു വന്നവരും ഒരുപക്ഷെ ഉണ്ടായിരിക്കുമെന്ന് വിചാരിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം. ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ സാധാരണയായിട്ട് ഞാൻ ഇപ്രകാരം ഓർപ്പിക്കാറുണ്ട്: ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ദൈവത്താൽ ക്രമപ്പെടുത്തിയിരിക്കുന്നതായ വിഷയങ്ങൾ തന്നെയാണ് ഇവയൊക്കെയും. ഇതെല്ലാം ഏറ്റവും ആവശ്യമാണ്. ദൈവനാമത്തിന് മഹത്വം. ഒരു വിവാഹ ജീവിതം ആവശ്യമാണ്. കുടുംബജീവിതത്തോട് ചേർന്ന് പരിശോധിക്കുന്നതായ സന്ദർഭത്തിൽ അതോട് ചേർന്ന് കാര്യങ്ങൾ ക്രമപ്പെടുത്തി മുൻപോട്ട് പോകേണ്ടതിന് വിദ്യാഭ്യാസം, അതിന് ആവശ്യമായിരിക്കുന്ന നല്ലൊരു ജോലി, ഇതൊക്കെ ആവശ്യമാണ്. ദൈവത്താൽ ഇവയെല്ലാം ക്രമപ്പെടുത്തിയിരിക്കുന്നു എന്ന് വിശേഷാൽ ഓർപ്പിക്കാറുണ്ട്. എന്നാൽ ഇതെല്ലാം കഴിഞ്ഞ ശേഷമായിട്ട് ദൈവത്തിന് സ്തോത്രം തന്നെ നാം ഒരു ദിവസം അല്ലെങ്കിൽ മറ്റൊരു ദിവസമായിട്ട് നാം പോയി ചേരേണ്ടതായ ഭവനത്തെ കുറിച്ച് അല്ലെങ്കിൽ ഒരു നിത്യ വിവാഹത്തെ കുറിച്ച് വേദപുസ്തകത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നതായി കാണുവാൻ കഴിയും. നാം വായിച്ചതായ വേദഭാഗത്ത് ഇങ്ങനെ കണ്ടു: നാം സന്തോഷിച്ചുല്ലസിച്ചവന് മഹത്വം കൊടുക്കുക, കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ എന്നെടുത്തു പറഞ്ഞിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ കുഞ്ഞാട് എന്ന് ചിത്രീകരിച്ചിരിക്കുന്നത് ആരെയാണ്? വെളിപ്പാട് പുസ്തകത്തിൽ മാത്രം നാം പരിശോധിക്കുന്നതായ സന്ദർഭത്തിൽ ഏകദേശം 30-ലധികം പ്രാവശ്യത്തോളം കർത്താവായ യേശു ക്രിസ്തുവിനെ വ്യക്തമായും പരോക്ഷമായും കുഞ്ഞാട് എന്ന് ചിത്രീകരിച്ചിരിക്കുന്നതായി കാണുവാൻ കഴിയുന്നുണ്ട്. സൃഷ്ടികർത്താവായ യേശു ക്രിസ്തു ദൈവിക ആലോചനയാകുന്ന അല്ലെങ്കിൽ ദൈവിക കൽപ്പനയാകുന്ന
മുഴുകൽ ജലസ്നാനം, അതേ സൃഷ്ടാവായ ദൈവം സൃഷ്ടിയായി അല്ലെങ്കിൽ സൃഷ്ടിത അല്ലെങ്കിൽ തന്റെ കയ്യാൽ അല്ലെങ്കിൽ ഉരുവാക്കപ്പെട്ടിരുന്നതായ അല്ലെങ്കിൽ യോഹന്നാൻ സ്നാപകന്റെ അടുക്കിലേക്ക് താൻ മന്നം നടന്നു വരുന്നതായ സന്ദർഭത്തിൽ തന്നെ നോക്കിക്കൊണ്ട് സ്നാപക യോഹന്നാൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ദൈവനാമത്തിന്റെ മഹത്വം. കുഞ്ഞാടാകുന്ന കർത്താവായ യേശു ക്രിസ്തു സകല മനുഷ്യവർഗത്തിന്റെയും പാപപരിഹാരാർത്ഥത്തിനു വേണ്ടി ഏകദേശം 2000-ഓളം വർഷങ്ങൾക്ക് മുൻപ് കാൽവരി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് 40-ാം നാൾ സ്വർഗാരോഹണം ചെയ്ത കർത്താവായ യേശു ഇതാ പോയതുപോലെ വീണ്ടും വരുമെന്ന് തന്നെ കുറിച്ച് വിളിച്ചു പറഞ്ഞതായി ദൈവനാമത്തിന് മഹത്വം വ്യക്തമായി നമുക്ക് പഠിപ്പാൻ കഴിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ തന്റെ വീണ്ടും വരവിനെ നോക്കി കണ്ടുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് തിരുവചനത്തിലൂടെ ഇപ്രകാരം വിളിച്ചു പറയുന്നു, നാം സന്തോഷിച്ചുല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക, കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു താൻ വീണ്ടും വരും. ആർക്കായിട്ടാണ് താൻ വീണ്ടും വരുന്നത്? ഒരിക്കൽ പാപികളെ തേടി ലോകത്തിലേക്ക് വന്നതായിട്ടും ഇനിയും പാപം കൂടാതെ തനിക്കായി കാത്തു നിൽക്കുന്ന തന്റെ ജനത്തെ ചേർക്കുവാൻ വീണ്ടും വരുന്നതായും പഠിപ്പാൻ കഴിയുന്നുണ്ട്. താൻ വീണ്ടും വരുമ്പോൾ തന്നോടുകൂടെ ചേർത്തുകൊള്ളപ്പെടേണ്ടതിന് നാം ഒരുങ്ങിയിരിക്കണം. തന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഇന്ന് രാവിലെ സമയം ഈ വിവാഹവേദിയിലേക്ക്, ആരാധനാ ഹാളിലേക്ക് വിവാഹത്തിൽ പ്രവേശിപ്പാൻ തക്കവണ്ണം ആഗ്രഹിച്ച് കടന്നു വന്നിരിക്കുന്ന ജ്യേഷ്ഠനും ദൈവത്തിന് സ്തോത്രം സിസ്റ്റർ ജിൻസിയും എത്രയോ പ്രാവശ്യം അല്ലെങ്കിൽ എത്രയോ ദിവസങ്ങൾ കൊണ്ട് തങ്ങളെ തന്നെ ഒരുക്കി എത്രയോ പേരുടെ സഹായത്താൽ അവർ ഒരുക്കപ്പെട്ടവരായിട്ടാണ് ഇന്ന് പകൽക്കാലം ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത്. ഇതുപോലെ തന്റെ വരവുകൾ തന്നോടുകൂടെ ചേർത്തുകൊള്ളപ്പെടേണ്ടതിന് തന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ നാം നമ്മെ തന്നെ ഒരുങ്ങി തന്റെ സന്ധ്യയിൽ നിൽപ്പാൻ നാം പ്രാപ്തരായി തീരേണ്ടത് ഏറ്റവും ആവശ്യമെന്ന് ഈ തരുണത്തിൽ തിരുവചനത്തോട് ചേർന്ന് ഓർപ്പിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം. അങ്ങനെയെങ്കിൽ താൻ വരുമ്പോൾ തന്നോടുകൂടെ ചേർത്തുകൊള്ളപ്പെടുവാൻ തക്കവണ്ണം അതേ അനുരൂപിയായ ഒരു കാന്തയായി നാം കാണപ്പെടേണ്ടതിന് നാം എന്ത് ചെയ്യണം? കർത്താവ് സർവശക്തനായ ദൈവം ആദ്യം തനിക്കായി ഒരു കൂട്ടം ജനത്തെ വേർതിരിച്ചതായി തിരുവചനം വ്യക്തമായി പഠിപ്പിക്കുന്നു. സകല ജാതികളുടെ ഇടയിൽ നിന്നും നിങ്ങൾ എനിക്കുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ ജനത്തെ സർവശക്തനായ ദൈവം സകല ജാതികളുടെ ഇടയിൽ നിന്നും തനിക്കായി വേർതിരിച്ചു എന്ന് ദൈവത്തിന് സ്തോത്രം ലേവ്യ പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നതായി കാണുവാൻ കഴിയും. നിങ്ങൾ എനിക്കുള്ളവരായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു എന്ന് ലേവ്യ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ എനിക്കുള്ളവരായിരിക്കേണ്ടതിന് സകല ജാതികളുടെ ഇടയിൽ നിന്നും എത്രയോ ലോകത്തിൽ ജനങ്ങൾ ഉണ്ടായിരുന്നു, ഏതെല്ലാം വിധത്തിലുള്ള ജനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അവരുടെ ഇടയിൽ നിന്ന് ഒരു വിഭാഗത്തെ നിങ്ങൾ എനിക്കുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതേ ഒരു കൂട്ടരെ സർവശക്തനായ ദൈവം വിളിച്ചു വേർതിരിച്ചു. ഇങ്ങനെ വേർതിരിക്കപ്പെട്ടതായ ജനം തനിക്ക് വിശുദ്ധ ജനമായി ഇരുന്നു കൊള്ളാമെന്ന് ദൈവത്തോടും വാക്കുകൊടുത്തു. ആവർത്തന പുസ്തകം 26-ാം അധ്യായം 19-ാം വാക്യത്തിൽ നാം പരിശോധിക്കുന്നതായ സന്ദർഭത്തിൽ ഇപ്രകാരം വിളിച്ചു പറയുന്നതായി കാണുവാൻ കഴിയുന്നുണ്ട്. നിന്റെ ഭൂഷിക്കും കീർത്തിക്കും മാനത്തിനുമായി ഉന്നതമാക്കേണ്ടതിന് ഞാൻ കൽപ്പിച്ചതുപോലെ നിന്റെ ദൈവമായ യഹോവയ്ക്ക് വിശുദ്ധ ജനമായിരിക്കുമെന്നും ഇന്ന് നിന്റെ വാമൊഴി വാങ്ങിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. താൻ ഉണ്ടാക്കിയ സകല ജാതികൾക്കും മീതെ ഉന്നതമാക്കേണ്ടതിനും പുകഴ്ചയ്ക്കും മാനത്തിനും കീർത്തിക്കുമായി ഇരിക്കേണ്ടതിനും ഒരു വിശുദ്ധ ജനമായി ഇരുന്നു കൊള്ളാം എന്ന് ദൈവത്തോട് വാക്കുകൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ കൊടുത്തതായ വാക്കിൻ പ്രകാരം ഒരു കച്ച മനുഷ്യന്റെ അരയോട് പറ്റിയിരിക്കുന്നത് പോലെ സർവശക്തനായ ദൈവം ഇസ്രായേലിനെ ദൈവത്തോട് പറ്റിയിരിക്കുമാറാക്കി. അതിൻ പ്രകാരം അവർക്ക് ആവശ്യമായിരുന്ന അനുഗ്രഹങ്ങൾ പകർന്നു കൊടുത്തു, കൽപ്പനകൾ കൊടുത്തു, ആലയം കൊടുത്തു, പുരോഹിതന്മാരെ കൊടുത്തു,
ഏതെല്ലാം വിധത്തിൽ കൊടുക്കാമോ അതെല്ലാം കൊടുത്ത് സകല ജാതികളുടെയും മീതെ വാലല്ല തലയാക്കി തീർക്കാമെന്ന് അരുളി ചെയ്തതനുസരിച്ച് ദൈവം അവരെ ഏറ്റവും ഉയർത്തി. എന്നാൽ ആ അവസ്ഥയിൽ ഇരിപ്പാൻ അവർക്ക് മനസ്സില്ലാതെ സർവശക്തനായ ദൈവത്തോട് മത്സരിച്ച് ദൈവം ആഗ്രഹിച്ച ഫലം കാണാതെ വളരെ അധികം ദൂരത്തായി അവർ ദൈവത്തിൽ നിന്ന് വളരെ അകന്നു പോകുവാൻ ഇടയായി തീർന്നു. ഇങ്ങനെ അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ ഇടയായി തീർന്നതിന്റെ ഫലമായി മറ്റൊരു വിഭാഗത്തെ തേടി സർവശക്തനായ ദൈവം തന്നെ ലോകത്തിലേക്ക് ഇറങ്ങി വന്നതായി കാണുവാൻ കഴിയും. ആയതുകൊണ്ടാണ് മുൻപേ തന്നെ ഇപ്രകാരം ഓർപ്പിച്ചു, പാപം മുഖാന്തരം ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യവർഗത്തെ തേടി സ്വർഗത്തിന്റെ മണിമകുടമായിരുന്ന കർത്താവായ യേശുക്രിസ്തു തന്നെ ലോകത്തിലേക്ക് ഇറങ്ങി വരികയുണ്ടായി. മനുഷ്യവർഗത്തിന്റെ പാപത്തെയും ശാപത്തെയും വഹിച്ചുകൊണ്ട് പാപപരിഹാരാർത്ഥത്തിനു വേണ്ടി കാൽവരിയിൽ താൻ യാഗമായി തീർന്നതായ കർത്താവായ യേശുവിന്റെ മരണ പുനരുത്ഥാന അനുഭവങ്ങളെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് തന്റെ അടുക്കൽ വരുന്നതായ ഒരുവന്റെ പാപത്തെ കർത്താവായ യേശുക്രിസ്തുവിനാൽ ശുദ്ധീകരിച്ച് അവന്റെ പാപം രക്തത്താൽ ശുദ്ധീകരിച്ച് അവന്റെ മക്കളായി തീരുവാൻ ദൈവം അവൻ അധികാരം കൊടുത്തു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ പരിശോധിക്കുമ്പോൾ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കൾ ആകുവാൻ അധികാരം നൽകി എന്ന് തിരുവചനം വ്യക്തമായി പഠിപ്പിക്കുന്നു. എന്നാൽ ആ അവസ്ഥയിൽ ഇരുന്നാൽ പോരാ,